ഹായ്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാബിൻ്റെ അകത്ത് മൂന്നെണ്ണം ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നാലാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. എംപ്ലോയി എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, എംപ്ലോയി എന്നുള്ള ക്ലാസ്സിൻ്റെ കൂടെ വേറെ രണ്ട് ചെറിയ ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ഓഫീസർ ആൻഡ് മാനേജർ. എന്നിട്ട് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഓഫീസറുടെ ഡീറ്റെയിൽസ് സ്വീകരിക്കുക, അത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. അതുപോലെ മാനേജറുടെ ഡീറ്റെയിൽസ് സ്വീകരിക്കുക, പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി അറിയാം, ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും. അപ്പം എംപ്ലോയി എന്നുള്ള കേസിലാണെങ്കിൽ ഇതൊരു ബ്ലൂ പ്രിൻ്റ് ആണ്. നമ്മൾ ഈ എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഉണ്ടാവും ഈ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും. നെയിം, ഏജ്, ഫോൺ നമ്പർ എക്സെട്ര സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ ഫങ്ഷൻസ് ഉണ്ടാവും. ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന വാല്യൂസ് എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്തിട്ടോ അതല്ലെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനോ, ഓക്കെ, അതിൻ്റെ അകത്തേക്ക് വാല്യൂസ് റീഡ് ചെയ്യാനോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫങ്ഷൻസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്. ഇനി നമ്മളൊരു ബിഗർ പിക്ചർ അതിലേക്ക് വരികയാണ്. നമുക്ക് എവിടെയാണ് ഈ ഇൻഹെറിറ്റൻസ് ആവശ്യം വരിക എന്നുള്ളത്, ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുകളൊക്കെ ആവശ്യം വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു കമ്പനീൻ്റെ അകത്തേക്ക് നമ്മൾ പോവാണ്. കമ്പനീൻ്റെ അകത്ത് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, ഈ എംപ്ലോയീസിനെല്ലാം കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നോർമലി എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് എഴുതി. ആ ക്ലാസ്സിന് നമ്മൾ എംപ്ലോയി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇവിടെ എംപ്ലോയി എന്ന് എഴുതിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ദി ബേസ് ക്ലാസ് അല്ലെങ്കിൽ പേരൻ്റ് ക്ലാസ്. ഓക്കെ, അതല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്നൊക്കെ പറയാം. അപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഒരു എംപ്ലോയിക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും എഴുതി. ഓക്കെ, ബട്ട് നമുക്ക് ചില പ്രത്യേക എംപ്ലോയീസ് ഉണ്ട്. അവർക്ക് ഈ എംപ്ലോയിൻ്റെ അകത്ത് ബേസ് ക്ലാസ്സിൻ്റെ അകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും വേണം, പുറമെ എന്ത് വേണം, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. ഫോർ എക്സാമ്പിൾ ഓഫീസറിൻ്റെ കേസിലാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെയുണ്ട്, നെയിം, ഏജ്, ഫോൺ നമ്പർ, അഡ്രസ്, സാലറി എല്ലാം ഉണ്ട്. പുറമെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫീൽഡും കൂടി ഉണ്ട്. ഇതൊക്കെ വേരിയബിൾസ് ആണ് കേട്ടോ, സിമ്പിൾ വേരിയബിൾസ് ആണ്. അതുപോലെ തന്നെ മാനേജർ എന്ന് പറയുന്ന മാനേജർ ടൈപ്പിൽ വരുന്ന എംപ്ലോയിക്ക് എന്തുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. നെയിം, ഏജ്, ഫോൺ നമ്പർ, അഡ്രസ്, സാലറി എല്ലാം ഉണ്ട്. പുറമെ ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓഫീസർ എന്നുള്ള പുതിയൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ എല്ലാ ഡീറ്റെയിൽസും വീണ്ടും കൊടുക്കുന്നതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയി എന്നുള്ള ക്ലാസ്, അതായത് പേരൻ്റ് ക്ലാസ്, അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് എഴുതും. എന്നിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ സ്പെഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പുതിയ ക്ലാസ്സിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എംപ്ലോയിനെ പിടിച്ചിട്ട് ഓഫീസറിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാലോ എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാം. ഓഫീസർ ക്ലാസ് ഓഫീസർ എക്സ്റ്റെൻസ് എംപ്ലോയി എന്ന് കൊടുക്കും. ഓക്കെ, ആരോ നമ്മളിങ്ങനെ മുകളിലേക്കാണ് കൊടുക്കുക ഇൻഹെറിറ്റൻസ്. അതുപോലെ മാനേജർ ക്ലാസ് മാനേജർ എക്സ്റ്റെൻസ് എംപ്ലോയി എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും താഴേക്ക് വരും. ഇനി നമുക്കത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഓഫീസർ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഇപ്പം O1 കൊടുത്തു. ഓക്കെ, ഓഫീസർ O1 ഈസ് ഈക്വൽ ടു ന്യൂ ഓഫീസർ. അപ്പോൾ O1 എന്നുള്ള ഒബ്ജക്റ്റ് ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, ഇയാളാണ്, ഇതിൻ്റെയാണ് അല്ലേ. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നെയിം, ഏജ്, ഫോൺ നമ്പർ എല്ലാം ഉണ്ട്. അപ്പോൾ O1 ഡോട്ട് നെയിം ഈക്വൽ ടു O1 ഡോട്ട് ഏജ് ഈക്വൽ ടു O1 ഡോട്ട് ഫോൺ നമ്പർ, അത് നമ്മൾ ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൽ. അപ്പം O1 ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസറുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആദ്യം സ്വീകരിക്കും. ഓക്കെ, എൻ്റർ ദി നെയിം, എൻ്റർ ദി ഏജ്, എൻ്റർ ദി സാലറി എക്സെട്ര. എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. നെയിം ഈസ് ഓഫീസേഴ്സ്, നെയിം ഈസ് ഓഫീസേഴ്സ്, ഏജ് ഈസ് എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. സിമിലർലി മാനേജർ എന്നുള്ള ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മാനേജർ M1 ഈക്വൽ ടു ന്യൂ മാനേജർ. അപ്പോൾ മാനേജർ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് M1 ഡോട്ട് നെയിം ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാം എൻ്റർ ദി നെയിം
ഓഫ് മാനേജർ, എൻ്റർ ദി ഏജ്, സാലറി. അപ്പോൾ എല്ലാം ചോദിക്കുക, അതെല്ലാം റീഡ് ചെയ്യുക, എല്ലാം പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇത്ര കാര്യം മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഫോർത്ത് ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ സൈഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം, എംപ്ലോയി എന്നുള്ളൊരു എന്ത് വേണം, ഒരു ക്ലാസ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം? കോഡിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എംപ്ലോയി എന്നുള്ള ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് പബ്ലിക് ക്ലാസ് എംപ്ലോയി. എംപ്ലോയിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. നെയിം, ഏജ്, ഫോൺ നമ്പർ. ഇതിന് ഏത് ടൈപ്പാണ് നമുക്ക് വേണ്ട ടൈപ്പ് കൊടുക്കാം. സ്ട്രിങ് കൊടുത്തു. ഓക്കെ, നെയിം, ഏജ് ഇൻറ്റ് കൊടുത്തു, ഫോൺ നമ്പർ ലോങ് കൊടുത്തു, അഡ്രസ്സ് സ്ട്രിങ് കൊടുത്തു, സാലറി ഡബിൾ കൊടുത്തു. അതായത് ഡെസിമൽ വാല്യൂ സ്റ്റോർ ചെയ്യും. ഈ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്കറിയാം ടെക്സ്റ്റ് ആണെന്നുള്ളത്. കുറച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ടാവും, അറിയാത്ത ആളുകളുണ്ടാവും. ഓക്കെ, സോ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ബി വിത്ത് മീ. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാം, പബ്ലിക് നല്ല പ്രൈവറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നമുക്കിവിടെ നിർബന്ധമൊന്നുമില്ല അവിടെ പ്രൈവറ്റ് കൊടുക്കണമെന്ന്, ബട്ട് നമ്മളിവിടെ പ്രൈവറ്റ് കൊടുക്കുക. അപ്പോൾ പ്രൈവറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത, പ്രൈവറ്റ് ആയിട്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ എഴുതി കാണിച്ചു തരാം. ഇത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ്. ഓക്കെ, അവിടെ 2-3 ക്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് റൺ ചെയ്യാനാണ്, മറ്റേത് നമ്മൾ ആ പിക്ചറിൽ കണ്ടതുപോലെ ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ എംപ്ലോയി എന്നുള്ള ക്ലാസ്, എംപ്ലോയി ഈസ് ഈക്വൽ ടു ന്യൂ എംപ്ലോയി. ഓക്കെ, ഇനി ഈ ഡോട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫങ്ഷൻസ് കാണാൻ പറ്റും. ഈ ഡോട്ട് ഗെറ്റ് അഡ്രസ്സ്, ഗെറ്റ് ഏജ്, ഗെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡോട്ട് ഗെറ്റ് നെയിം എന്ന് കൊടുക്കാം അല്ലേ. പക്ഷേ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ഈ ഡോട്ട് നെയിം എന്ന് കിട്ടില്ല. കാരണം എന്താ, ആ നെയിം എന്നുള്ളത് എന്താണ്, അവിടെ പ്രൈവറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ എറർ കാണിക്കും, കനോട്ട് ഫൈൻഡ് സിമ്പിൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രൈവറ്റ് എന്ന് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് എടുത്തത്. അപ്പോൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് ശരിക്കും എന്താ വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ഹൈഡ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ എൻകാപ്സുലേഷൻ എന്നൊക്കെ പറയും. ഡാറ്റയും കറസ്പോണ്ടിങ് ഫംഗ്ഷൻസിനെ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യണം, റാപ്പ് അപ്പ് ചെയ്യണം അല്ലേ. ക്യാപ്സ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ മരുന്ന് ഗുളിക ഉണ്ടല്ലോ, ക്യാപ്സ്യൂൾ ചെയ്യണം, എൻകാപ്സ്യൂൾ ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യുക, റാപ്പ് അപ്പ് ചെയ്യണം, അതിനെ കൂട്ടി യോജിപ്പിച്ച് ഒരു പ്രത്യേക കവറിൻ്റെ അകത്താക്കണം. അതുപോലെ ഇവിടെ ഡാറ്റയും അത് ബന്ധപ്പെട്ട മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, കോർത്തിണക്കിയിട്ട് വെച്ചിരിക്കണം. ഓക്കെ, അത് എൻകാപ്സ്യൂൾ ചെയ്ത് വെച്ചിരിക്കണം. അതാണ് എൻകാപ്സുലേഷൻ എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈവറ്റ് എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഓരോ വേരിയബിൾസിനെ നമുക്ക് സെറ്റ് ചെയ്യാനും ഗെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാറിനാൽ അതിന് വാല്യൂ സേവ് ചെയ്യുക, ഗെറ്റ് ചെയ്യാറിനാൽ അതിന് വാല്യൂ റിട്രീവ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പേരുകളാണ് സെറ്റ് നെയിം, ഗെറ്റ് നെയിം എന്നൊക്കെ ഉള്ളത്. സെറ്റ് നെയിം എന്ന് പറഞ്ഞൊന്നുമില്ല, ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ സെറ്റ് നെയിം, ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഈ ഡോട്ട്. ഓക്കെ, ഈ ഡോട്ട് സെറ്റ് നെയിം, ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു വാല്യൂ എടുക്കാം. അപ്പം നെയിം കൊടുത്തു, ഫൈൻ. അപ്പോൾ എന്തായി, ഈ വാല്യൂ പോയിട്ട് എവിടെ സെറ്റ് ആവും, ഈ എംപ്ലോയിൻ്റെ അകത്തുള്ള അല്ലേ. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരുന്നു, ഈ എംപ്ലോയിൻ്റെ അകത്തുള്ള നെയിം എന്നുള്ള ഫീൽഡ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് പോയിട്ട് സെറ്റ് ആവും. സെറ്റ് ആവുന്നൊന്നുമില്ല, അതൊരു കൺസെപ്ച്വലായിട്ട് പറയാം. അപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വേരിയബിൾ ഉണ്ടല്ലോ സ്ട്രിങ് നെയിം എന്നുള്ളത്, ഇതിൻ്റെ അകത്ത് വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് സെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് നമ്മളിവിടെ പാസ് ചെയ്യുന്ന വാല്യൂ ഉണ്ടല്ലോ, ഈ പാസ് ചെയ്യുന്ന വാല്യൂ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ദിസ് ഡോട്ട് നെയിം കൊടുക്കും. ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞൊന്നുമില്ല, ഈ ക്ലാസ്സിൻ്റെ കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇവിടെ ദിസ്. ഓക്കെ, എംപ്ലോയി ഈസ് ഈക്വൽ ടു ന്യൂ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഇയാളാണ് ഇവിടെ ദിസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ദിസ് ഡോട്ട് നെയിം. ഓക്കെ, ഇയാൾ കറൻ്റ്ലി ഉള്ള ഒബ്ജക്റ്റ് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വാല്യൂ അല്ലേ, ഈക്വൽ ടു എന്ത് ചെയ്യും, നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്. ഇനി ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ആൾറെഡി കൊടുത്തിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം ഗെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, റിട്ടേൺ നെയിം, ഈ നെയിമിനെ തിരിച്ചെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ,
അപ്പം ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും എന്തിനാണ് ഈ ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ എഴുതുന്നത്, ഗെറ്റ് നെയിം സെറ്റ് നെയിം ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ, നമുക്ക് എന്താ വെച്ചാൽ ഡോട്ട് ഇട്ട് ഡയറക്റ്റ് യൂസ് ചെയ്താൽ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് നോർമലുള്ളപ്പോൾ നെറ്റ് ബീൻസ് ഐഡിയോ മറ്റേ ഐഡിയിലൊക്കെ നമുക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ജാവ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ആൾറെഡി ഇൻബിൽട്ട് ആയിട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പറയാണ് emp2 എന്നുള്ള ഒരു ക്ലാസ്. അപ്പോൾ സ്ട്രിംഗ് നെയിം, ഇത് ശ്രദ്ധിക്കണം നല്ലോണം, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവണം ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണത് നമ്മൾ വിശദമായിട്ട് പറയുന്നത്. സ്ട്രിംഗ് നെയിം സേ ഇൻറ്റ് ഏജ്, ഓക്കെ, സേ ഡബിൾ സാലറി എന്ന് കൊടുത്തു. ഇനി നമ്മളിവിടെ ഇതിൽ ഓരോന്നിനും ഗെറ്റ് നെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പബ്ലിക് വോയിഡ് സെറ്റ് നെയിം എന്നിട്ട് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്ത് സ്ട്രിംഗ് നെയിം എന്നിട്ട് ഇവിടെ ദിസ് ഡോട്ട്. ഇത് നിങ്ങൾക്ക് കോഡിംഗ് ഫീൽഡിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. എല്ലായിടത്തും നിങ്ങൾക്ക് ഇങ്ങനെ രൂപം കാണാൻ പറ്റും. ഇവൻ നിങ്ങൾ സോഴ്സ് കോഡൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ അതിൽ സിമ്പിൾ കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉദ്ദേശം എന്താ, സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് വാല്യൂ പാസ് ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെയുള്ള നെയിമിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. നേരത്തെ ഇവിടെ കണ്ട എക്സാമ്പിൾ പോലെ ഈ ഡോട്ട് സെറ്റ് നെയിം വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ മാറും. ഇനി ഗെറ്റ് നെയിം എന്നുള്ളതാണെങ്കിലോ അത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. പബ്ലിക് തിരിച്ചു വേണ്ടത് സ്ട്രിംഗ് ടൈപ്പാണ്, അതുകൊണ്ടാണ് സ്ട്രിംഗ് കൊടുത്തത്, കാരണം ഇത് സ്ട്രിംഗ് ആണല്ലോ. പബ്ലിക് സ്ട്രിംഗ് ഗെറ്റ് നെയിം. ഓക്കെ, ഇതിനകത്തേക്ക് പാസ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ റിട്ടേൺ ദിസ് ഡോട്ട് നെയിം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള വാല്യൂ എന്ത് ചെയ്യും, തിരിച്ച് പാസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഓരോന്നിനും എന്ത് ചെയ്യണം, ഓരോ ടൈപ്പിനും നമ്മൾ സെറ്റ് നെയിം ഗെറ്റ് നെയിമും ചെയ്യണം. അല്ലെങ്കിൽ ഗെറ്റ് നെയിം ഗെറ്റ് ഏജ് സെറ്റ് ഏജ് ഗെറ്റ് സാലറി സെറ്റ് സാലറി. ഇതിന് കോമൺലി നമ്മൾ ചെയ്യുക ഇവിടെയൊക്കെ എല്ലാം ഇൻസേർട്ട് കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഗെറ്റർ ആൻഡ് സെറ്റർ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അത് ജനറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ കണ്ടോ എല്ലാ ഫീൽഡുമായി ബന്ധപ്പെട്ടത് ഇവിടെ ജനറേറ്റ് ചെയ്തു. നോർമലി അങ്ങനെയാണ് ചെയ്യുക, അതെല്ലാം കോഡ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ മെയിൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് emp2 എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. emp2 ഈസ് ഈക്വൽ ടു ന്യൂ emp2 ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡോട്ട് ഉണ്ടോ ഗെറ്റ് നെയിം ഗെറ്റ് സാലറി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഇത് പ്രൈവറ്റ് എന്ന് കൊടുത്തിട്ടില്ല, ഇവിടെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ആക്കാം. ഇപ്പോൾ ഡാറ്റ ഹൈഡിങ് എന്ത് ചെയ്തു നടന്നു, ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ വരെ കിട്ടില്ല. ഈ ഡാറ്റാസിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ വഴി മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കിട്ടുള്ളൂ, പ്രൈവറ്റ്. ഓക്കെ, ഇതിന് പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ പാസ്വേഡ് എന്നുള്ള ഫീൽഡ് ഉണ്ട് വിചാരിക്കുക. അപ്പം പ്രൈവറ്റ് സ്ട്രിംഗ് പാസ്വേഡ് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഈ പാസ്വേഡ് ആർക്കും കിട്ടാൻ പാടില്ല, മനസ്സിലാവുന്നുണ്ട്. ഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമ്മളെ കിട്ടാൻ പാടില്ല. അത് വേറെ രീതിയിൽ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് ഇവിടെ ഹിഡൻ ആക്കി വെക്കാം, മനസ്സിലാവുണ്ടോ. അപ്പോൾ അതിന് ഗെറ്റ് പാസ്വേഡ് എന്നുള്ളൊരു ഫീൽഡ് എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു വാല്യൂ കിട്ടില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു കൺസെപ്റ്റ് കൂടി പറയാം. അതിന് മുന്നേ ഇപ്പോൾ മനസ്സിലാവുണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇപ്പം എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് 3 ക്ലാസ്സാണ് ഇവിടെ പറഞ്ഞത് അല്ലേ, എംപ്ലോയി ഓഫീസർ മാനേജർ. അപ്പോൾ ഈ കോഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എംപ്ലോയി എന്നുള്ള ഫസ്റ്റ് എത്തത്. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൻ്റെ അകത്തെല്ലാം സെറ്റ് നെയിം ഗെറ്റ് നെയിം എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എന്ത് ചെയ്ത് ഓട്ടോമാറ്റിക് അങ്ങനെ ജനറേറ്റ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ക്ലാസ്സിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഗെറ്റ് അല്ലെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ ക്ലാസ് ഓഫീസർ. ഓഫീസർ എന്നുള്ള ക്ലാസ് എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു, ഇൻഹെറിറ്റ് ചെയ്തു. ആരെ ഇൻഹെറിറ്റ് ചെയ്തു, നമ്മുടെ ഇൻഹെറിറ്റ് ചെയ്ത ആളാരാണ്, എംപ്ലോയി. അപ്പോൾ എംപ്ലോയിനെ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് എടുത്തു എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വരും.
അപ്പോൾ എംപ്ലോയിനെ ഇൻഹെറിറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് എന്താണ് സ്പെഷ്യലൈസേഷൻ മാത്രമേ അവിടെ എക്സ്ട്രാ വേണ്ടതുള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് മെയിൻ ഫംഗ്ഷനകത്ത് എഴുതാം. അപ്പം സ്പെഷ്യലൈസേഷൻ ആഡ് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, സെറ്റ് സ്പെഷ്യലൈസേഷൻ, ഗെറ്റ് സ്പെഷ്യലൈസേഷൻ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ മാനേജർ എന്നുള്ളത്, ഓക്കെ, മാനേജറിൻ്റെ അകത്ത് എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് എംപ്ലോയി. അപ്പോൾ മാനേജർ എന്ത് ചെയ്തു, എംപ്ലോയിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു, ഒരു വേരിയബിൾ ആഡ് ചെയ്തു, സ്ട്രിങ് ആയിട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇനി അതിലെന്ത് ചെയ്തു, സെറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗെറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി ഇതില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമുക്കതല്ലാതെ തന്നെ ആ രീതികൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു എളുപ്പത്തിന് ഒരു പ്രൊഫഷണലി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ക്ലാസ് ടെസ്റ്റിൻ്റെ അകത്ത് മെയിൻ ഫംഗ്ഷൻ എഴുതി. മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ഓഫീസർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ മാനേജർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഓഫീസർ ഡീറ്റെയിൽസ് എല്ലാം റീഡ് ചെയ്യുക, ശേഷം പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത്രേ ഉള്ളൂ. ഓഫീസർ ഓ ഇസ് ഈക്വൽ ടു ന്യൂ ഓഫീസർ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഓഫ് ഓഫീസറുടെ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഓഫീസർ ഡീറ്റെയിൽസ് റീഡ് ചെയ്യണം, യൂസർ കയ്യിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പം എൻ്റർ ദി ഓഫീസർ ഡീറ്റെയിൽസ്. ഓക്കെ, എൻ്റർ ദി ഓഫീസർ ഡീറ്റെയിൽ, എൻ്റർ ദി നെയിം ചോദിക്കണം. അപ്പം നെയിം കൊടുത്തു. അടുത്ത് എന്താണ്, അഡ്രസ്സാണ്. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യണം, റീഡ് ചെയ്തിട്ട് എവിടെ സെറ്റ് ചെയ്ത് വെക്കണം, നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് കൊണ്ടായിട്ട് സേവ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഓഫീസർ ആണെങ്കിൽ ഓഫീസർ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഇതുപോലെ ഒരു ബ്ലോക്ക് ഉണ്ടാവും അല്ലേ. അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള നെയിം ഏജ് എല്ലാം ഉണ്ടാവും. പുറമെ എന്താണ്, സ്പെഷ്യലൈസേഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഓരോരോ വാല്യൂസ് നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളോട് ചെയ്തു എൻ്റെ അടുത്ത് നെയിം എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യണത് SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ അല്ലേ, സ്ട്രിങ് റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ എന്നുള്ളത്. SC എന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് കിട്ടി നോക്കാം. സ്കാനർ എന്നുള്ള ഒരു ഫംഗ്ഷൻ, ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് എന്തിനാണ്, നമ്മൾ യൂസർ കയ്യിൽ നിന്ന് ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ സ്കാനർ SC ഈസ് ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഇൻ. അപ്പോൾ SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചപ്പോൾ എന്ത് ചെയ്തു, ആ വാല്യൂ ഇവിടെ SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ എന്നുള്ള കംപ്ലീറ്റ് ആയി. അതെടുത്തിട്ട് എന്ത് ചെയ്തു, O ഡോട്ട് സെറ്റ് നെയിം. O എന്ന് പറയുന്നത് എന്താണ്, ഓഫീസറുടെ ഒബ്ജക്റ്റ് ആണല്ലേ. ഏത് ഒബ്ജക്റ്റ് ആണ്, നമ്മുടെ ഈ ഒബ്ജക്റ്റ് ആണ്, ഓഫീസറുടെ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡോട്ട് എന്ത് ചെയ്തു, നെയിമിൻ്റെ അകത്ത് എന്ത് ചെയ്തു, ആ വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇയാളുടെ പേര് ആഡായി. ഓക്കെയാണ്. ഇനി അടുത്ത അഡ്രസ്സ്, അതുപോലെ എല്ലാം ചെയ്യാം. അഡ്രസ്സ്, ഏജ്, നമ്പർ, സാലറി, ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, എടുത്തു വെക്കാം. അതിനുശേഷം നമ്മളവിടെ ജസ്റ്റ് എല്ലാം റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം, നെയിം ഓഫ് ഓഫീസർ ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ആയിട്ട് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എല്ലാം കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തും, പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ, നെയിം, ഏജ്, നമ്പർ, അഡ്രസ്, സാലറി എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അത്രേ ഉള്ളൂ. റീഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. ആ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് അവിടെ കാണിക്കുക എന്നുള്ളതിന് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അടുത്തത് ഓഫീസർ ഡീറ്റെയിൽ. ഓഫീസർ ഡീറ്റെയിലും കഴിഞ്ഞു. ഇനി മാനേജർ ഡീറ്റെയിൽ. മാനേജർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, മാനേജറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. മാനേജർ M is equal to ന്യൂ മാനേജർ, അതായത് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇയാളുടെ ഡീറ്റെയിൽസ് ചോദിക്കുക. എൻ്റെ അടുത്ത് മാനേജേഴ്സ് ഡീറ്റെയിൽ, മാനേജറുടെ ഡീറ്റെയിൽ ഇവിടെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു പാർട്ടിൽ നമ്മൾ എക്സിക്യൂഷൻ എത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് മാനേജർ ഡീറ്റെയിൽ. ഓക്കെ, ഗിവ് സം നെയിം. ഓക്കെ, ഗിവ് അഡ്രസ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അതും അതുപോലെ എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ഡീറ്റെയിൽസും യൂസർ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അത്രേ ഉള്ളൂ. 2 ലൈനേ അതിന് ആവശ്യമുള്ളൂ ഓരോന്നിനും. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് നെയിം. അപ്പോൾ നെയിം എന്നിവിടെ പ്രിൻറ്റ് ചെയ്ത് തരും. അതിനുശേഷം ഡോട്ട് വരും. അപ്പോൾ നെയിം പ്രിൻറ്റ് ചെയ്ത് തരും, 2 ഡോട്ട് വരും. അതിനുശേഷം എന്താണ്, SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മനസ്സിലാവുണ്ട്, എക്സിക്യൂട്ട് ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതെടുത്തിട്ട് എന്ത് ചെയ്യും, M ഡോട്ട് സെറ്റ് നെയിം, എമ്മിൻ്റെ അകത്ത്, M എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. M എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇയാളാണ്, ഈ ഒരു ഒബ്ജക്റ്റാണ് M എന്നുള്ളത്. ഓക്കെ, നമ്മളെ റാമിൻ്റെ അകത്തൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ഫിസിക്കൽ മീൻസ് ആ ഒരു വാല്യൂസുള്ള ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് പോയിട്ടാണ് എന്ത് ചെയ്യുക, ഈ വാല്യൂസ് ഇവിടെ എന്ത് ചെയ്യുക, ഓരോന്നോരോന്ന് ആഡ് ചെയ്യാം.
ഓക്കെ, അത് നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ അകത്ത് വാല്യൂസ് ഇങ്ങനെ സെറ്റ് ചെയ്യണം. നമുക്ക് എത്ര ഒബ്ജക്റ്റുകൾ വേണമെങ്കിലും ശരിക്കും ക്രിയേറ്റ് ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് അല്ല, ഒരു ക്ലാസ്സിൻ്റെ എത്ര ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാം. ഡസൻസ് ഓഫ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓരോ ഓഫീസർക്ക് ഓരോന്ന് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓരോ ഓഫീസർ തന്നെ ആവില്ലല്ലോ, ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഒരു പ്രാവശ്യം കോഡ് എഴുതിയാൽ നമുക്ക് റൈറ്റ് വൺ യൂസ് മെനി ടൈംസ് ഓർ എനിവെയർ ഒക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. ലൈക്ക് 1-2 കൺസെപ്റ്റാണ് നമ്മൾ ആൾറെഡി പറഞ്ഞു പോയതാണ് ക്ലാസ് എടുത്ത സമയത്ത്. എന്നാലും ഇവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്യാം. ഓവർലോഡിങ്, ഓവർ റൈഡിങ്, പോളിമോർഫിസം എന്നൊക്കെ ഉള്ളത്. ഇൻഹെറിറ്റൻസ് ആണ് നമ്മളിവിടെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എക്സാമ്പിൾ പറയാം. കൺസ്ട്രക്ടർ എന്ന് നിങ്ങൾ കൺസ്ട്രക്ടർ എന്താണെന്ന് പറയാം. കൺസ്ട്രക്ടർ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ക്ലാസിൻ്റെ അതേ പേരുള്ള ഒരു മെത്തേഡ്, അതിനെ നമ്മൾ എന്ത് പറയാം, കൺസ്ട്രക്ടർ എന്ന് പറയാം. അപ്പോൾ നോർമൽ എല്ലാ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ഉണ്ടായിരിക്കും ബൈ ഡിഫോൾട്ട്. നമ്മൾ കൊടുത്താൽ ഇല്ലെങ്കിലും ഉണ്ടായിരിക്കും. പബ്ലിക്, അതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. ഓക്കെ, emp2 കഴിഞ്ഞു. ഇതാണ് ഒരു കൺസ്ട്രക്ടർ. ഓക്കെ, ഇനി നമുക്ക് വേറെ കൺസ്ട്രക്ടർ ജനറേറ്റ് ചെയ്യാം. കൺസ്ട്രക്ടർ ജനറേറ്റ് ചെയ്തു, നമ്മളെല്ലാ ഫീൽഡും സെലക്ട് ചെയ്യണം. ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2 കൺസ്ട്രക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ തന്നെയാണ്. ഈ കൺസ്ട്രക്ടർ പ്രത്യേകം എന്താ, ഇതിൻ്റെ അകത്തേക്ക് വാല്യൂസ് കൊടുക്കുന്നുണ്ടല്ലേ. നമ്മളിത് എവിടെ യൂസ് ചെയ്യാറോ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യൂലേ, ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യൂലേ. ഇപ്പോൾ emp2 ഈക്വൽ ടു ന്യൂ emp2. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂസ് ഒന്നും കൊടുത്തില്ല, വേറെ നമ്മൾ കൊടുക്കുകയാണ് emp2 e2 is equal to new emp2. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, 2 കണ്ട 2 കാര്യങ്ങളുണ്ട്. ഒരെണ്ണം നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, നമ്മൾ കൊടുത്ത കൺസ്ട്രക്ടർ. രണ്ടാമത്തെ എന്താണ്, ഇതിൻ്റെ അകത്തേക്ക് വാല്യൂസ് സ്വീകരിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെ വാല്യൂ, ഫസ്റ്റ് നെയിം അല്ലേ, ഏജ്, സാലറി, ഓക്കെ, പാസ്വേഡ്, റെഡി. അപ്പം ഇവിടെ എന്ത് ചെയ്തു, ഇനീഷ്യലൈസിങ്ങും കൂടി നടന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇതിൽ 2 കാര്യങ്ങളാണ് പറയുള്ളൂ. ഒന്ന്, നമുക്ക് വാല്യൂസ് എല്ലാം ഒരുമിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഓരോ ഫംഗ്ഷൻ എല്ലാം ഒരുമിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കൺസ്ട്രക്ടർ എന്ത് ചെയ്യാം, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും പല സമയത്തും. കാരണം ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് എല്ലാ വാല്യൂസും ആ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തിങ്ങനെ കൺസ്ട്രക്ടർ ജനറേറ്റ് ചെയ്യാം. അതിന് ഇത്രേ ഉള്ളൂ. നെറ്റ് ബീൻസിലൊക്കെ ആണെങ്കിൽ അതെല്ലാം നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലാണെങ്കിലൊക്കെ എക്ലിപ്സിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, കോഡ് ഇൻസേർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ. അപ്പോൾ കൺസ്ട്രക്ടർ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഫീൽഡുകളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡുകളെല്ലാം വെച്ചിട്ടുള്ള കൺസ്ട്രക്ടർ അവിടെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവും. ഇനി അപ്പോൾ അതാണ് കൺസ്ട്രക്ടർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ 2 കൺസ്ട്രക്ടർ ഉണ്ട് നമുക്ക് അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ 3 കൺസ്ട്രക്ടർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അതായത് ഒരേ ഫംഗ്ഷൻ്റെ പേരിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് മോർ ദൻ 1 ഫംഗ്ഷൻ. ഇപ്പോൾ emp2 തന്നെയാണ് എല്ലാവരുടെയും പേര്, പക്ഷേ അവരുടെ എന്തുണ്ട്, പാരാമീറ്റേഴ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. മനസ്സിലാവുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഓവർലോഡിങ് നടന്നു. അപ്പോൾ ഇത് കൺസ്ട്രക്ടർ കൂടി ആയതുകൊണ്ട് കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് പറയും. ഓക്കെ, കൺസ്ട്രക്ടർ ഓവർലോഡിങ്. അപ്പം ഒരേ പേരിൽ പോളിമോർഫിസം എന്നുള്ള പേര് കൂടി ഇതിനെ നമ്മൾ സാധാരണ പറയാം. പോളിമോർഫിസം എന്നുള്ള പ്രതിഭാസം. പോളി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1. ഓക്കെ, മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ, നിങ്ങൾക്ക് അറിയാലോ. പോളി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1. പോളി മോർഫിസം, മോർഫ് എന്ന് പറഞ്ഞാൽ ഫേസ് അല്ലെങ്കിൽ ഷേപ്പ് എന്നൊക്കെ പറയാം. മോർ ദാൻ 1 ഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഒന്നിൽ കൂടുതൽ രൂപത്തിൽ ഒരേ ഫംഗ്ഷന് ഒന്നിൽ കൂടുതൽ രൂപത്തിൽ ഒന്നിൽ കൂടുതൽ സ്വഭാവത്തിൽ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ emp എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണോ ഇതിനെ കോൾ ചെയ്യുന്നത്, ഇതിലേക്ക് കൊടുക്കുന്ന പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പും രൂപമൊക്കെ അനുസരിച്ചിട്ട് എന്ത് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, emp-ൻ്റെ അകത്ത് ഇവിടെ എന്ത് ചെയ്യുക, ഒരു നെയിമും ഒരു ഏജും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളിവിടെ കണ്ടില്ലേ. അപ്പോൾ ഒരു കേസിൽ നമ്മൾ ഒന്നും കൊടുത്തില്ല, രണ്ടാമത്തെ കേസിൽ നമ്മൾ 2 കാര്യം കൊടുത്തു. ഓക്കെ, മൂന്നാമത്തെ കേസിൽ നമ്മൾ 2 മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് നമ്മൾ മുകളിൽ എഴുതിയ ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഫംഗ്ഷനാണ് അവിടെ കോൾ ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ അതാണ് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ.
ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, മെത്തേഡ് ഓവർലോഡിങ് ഉണ്ട്. മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ വ്യത്യാസത്തെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ കൺസ്ട്രക്ടറാണ്, ഓൾറെഡി ക്ലാസിൻ്റെ അതേ പേരുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക് കോൾ ചെയ്യപ്പെടും. ഇനി നമ്മൾ വേറെ ഫംഗ്ഷൻ വെക്കുകയാണ്, സം ഡിസ്പ്ലേ. ഓക്കെ, വേറെ പേര് വെച്ചു. ഇതിന് റിട്ടേൺ ടൈപ്പ് നിർബന്ധമാണ്. ഓക്കെ, കാരണം ഇതൊരു നോർമൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് റിട്ടേൺ ടൈപ്പ്. ഇനി നമ്മൾ ഇതേ ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, വീണ്ടും വീണ്ടും കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എറർ വരും, കാരണം ഒരേ പേരിൽ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പേര് മാറ്റാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടൈപ്പ് മാറ്റിയാൽ മതി, ഇൻപുട്ട് ടൈപ്പ് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഓവർലോഡിംഗ് ആണ് സംഭവിച്ചത്. ഓക്കെ, ഒരേ ഫംഗ്ഷൻ്റെ വ്യത്യസ്ത പേരുകളല്ല, സെയിം പേരിലാണെങ്കിലും അതിൻ്റെ സിഗ്നേച്ചർ വ്യത്യാസമുണ്ട്. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ പേരും ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം, ടൈപ്പൊക്കെ. ഇനി നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, ലൈക്ക് ദിസ്, ഇൻറ്റ് എക്സ് കോമ സെലക്ട് അല്ലെങ്കിൽ ഫ്ലോട്ട് വൈ, ഓക്കെ, അല്ലെങ്കിൽ ഫ്ലോട്ട് എക്സ്. അപ്പോൾ ഇവിടെ ടൈപ്പ് മാറ്റുള്ളത് കൊണ്ട് എന്തല്ല, ഇതിവിടെ ഇഷ്യൂ ഇല്ല, ഓവർലോഡിങ് നടക്കും, അതായത് ഒരേ പോളിമോർഫിസം സംഭവിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓവർലോഡിങ്. ഇനി ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ ഓവർലോഡിങ് പോലെ ഒരേ ക്ലാസ്സിൻ്റെ അകത്തല്ല, ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട ക്ലാസ്സിൻ്റെ അകത്താണ് വരിക. ഓക്കെ, ഓവർ റൈഡിങ് ഇവിടെ അല്ല നടക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലാസ് ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഫംഗ്ഷനാണ് ആര്, ഡിസ്പ്ലേ. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ക്ലാസ്സിൻ്റെ അകത്ത് ഈ എംപ്ലോയിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, ലൈക്ക് ദിസ് ക്ലാസ് ടെസ്റ്റ്. ഓക്കെ, ക്ലാസ് ടെസ്റ്റ് ഇൻഹെറിറ്റ്സ് എന്നല്ല നമ്മൾ യൂസ് ചെയ്യുക, എക്സ്റ്റെൻസ് യൂസ് ചെയ്യും അല്ലേ, ക്ലാസ് ടെസ്റ്റ് എക്സ്റ്റെൻസ്. ഈ ക്ലാസ്സിൻ്റെ പേരെന്താണ്, EMP2. ഓക്കെ, ഓക്കെ, അത് ഈ ഫയലിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്, അത് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, കൺസ്ട്രക്ടർ ഇല്ലാത്ത ഇഷ്യൂ ആണ്, ഇറ്റ്സ് ഫൈൻ. ആഡ് കൺസ്ട്രക്ടർ. ഓക്കെ, ഇനി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതെടുത്തത്. നേരത്തെ നമ്മൾ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ എന്ത് ചെയ്തിരുന്നു, ക്രിയേറ്റ് ചെയ്തിരുന്നു. അതേ പേരിൽ നമ്മൾ വീണ്ടും ഇവിടെ പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ നടക്കുന്നത് ഓവർ റൈഡിങ് ആണ്. മുന്നേ ഉള്ള പേരന്റ് ക്ലാസ്സിലുള്ള അതേ ഫംഗ്ഷൻ്റെ പേര് താഴെ കൊടുത്തു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമ്മളിങ്ങനെ വിചാരിക്കാം, ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതേ ഫംഗ്ഷൻ്റെ പേര് താഴെയുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള പേരൻറ്റിൻ്റെയാണോ ചൈൽഡിൻ്റെയാണോ എടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ചൈൽഡിൻ്റെ തന്നെയാണ് എടുക്കുക, പേരൻറ്റിൻ്റെത് എടുക്കില്ല. കാരണം ചൈൽഡിലുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലുള്ള പേരൻറ്റിലുള്ള ആ ഫംഗ്ഷന് ഓവർ റൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ചൈൽഡിൻ്റെ അകത്തുള്ള ഇതാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി മുകളിലുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർ ഡോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, കോൾ ചെയ്യണം, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ദി ഫോർത്ത് എക്സ്പെരിമെൻറ്റ്. ആൻഡ് കൺസ്ട്രക്ടർ, ഓവർലോഡിങ്, ഓവർ റൈഡിങ് എന്താണ് നമ്മൾ പറഞ്ഞു. അതുപോലെ ക്ലാസ് കൺസെപ്റ്റ് വെച്ചിട്ട് ഗെറ്റ് നെയിം, സെറ്റ് നെയിം ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വാല്യൂസ് എടുക്കുക, ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്തു, പ്രിൻ്റ് ചെയ്തു, അതുപോലെ ഇൻഹെറിറ്റ് ചെയ്തു. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോർത്ത് ക്വസ്റ്റ്യൻ. കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ പറ്റിക്കുന്ന രൂപത്തിൽ, നിങ്ങൾ സ്വയം പറ്റിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഫോണെങ്കിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യും. ഓക്കെ, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.